വണ്ടിപ്പെരിയാർ വള്ളക്കടവ് റൂട്ടിൽ ഓഫ് റോഡ് ജീപ്പിൽ അപകടയാത്ര. സത്രത്തിലേക്ക് വിനോദസഞ്ചാരികളുമായി പോകുന്ന ഓഫ് റോഡ് ജീപ്പാണ് യുവാക്കളെ ഇരുത്തി അപകടകരമായ രീതിയിലിരുത്തി യാത്ര നടത്തിയത്. മറ്റു വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും അപകടമുണ്ടാക്കുന്ന വിധത്തിലാണ് യുവാക്കൾ യാത്ര ചെയ്തത്. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. നന്ദു ഷാ വിവരങ്ങൾ നൽകാനായിട്ടുണ്ട്. നന്ദു, നമ്മൾ ഈ ഓഫ് റോഡ് റൈഡേഴ്സിന്റെയും റൈഡിങ്ങിന്റെയൊക്കെ ആവശ്യകത എന്താണ് എന്നൊക്കെയുള്ളത് നമ്മൾ ദുരന്ത ഭൂമിയിൽ കാണുകയാണ്. അവിടെ സഹായവും എത്തിയിട്ടുള്ള കുറേ മനുഷ്യന്മാരെ നമ്മൾ കണ്ടു. ഇവിടെ ഇതാ നോക്കൂ, ഇത്രയും അലക്ഷ്യമായി അല്ലെങ്കിൽ അശ്രദ്ധമായിട്ടാണ് വാഹനത്തിൽ യാത്ര ചെയ്യുന്നത്. വാഹനത്തിന് മുകളിൽ വരെ ആളുകൾ കയറി നിൽക്കുന്നുണ്ടെന്നാണ് ദൃശ്യങ്ങൾ കാണുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത്. എന്തെങ്കിലും നടപടിയാവുന്നുണ്ടോ? എപ്പോഴാണ്, ആരാണ് ഇവരെന്ന് മനസ്സിലായിട്ടുണ്ടോ? പക്ഷേ ഇന്ന് രാവിലെ ആയിരുന്നു കുമളിയിൽ നിന്നും വണ്ടിപ്പെരിയാറിൽ സത്രത്തിലേക്ക് പുറപ്പെട്ട ഓഫ് റോഡ് ജീപ്പിൽ ഇത്തരത്തിൽ സാഹസികമായ ഒരു സഞ്ചാരം നടത്തിയത്. വളരെ അപകടകരമായ രീതിയിലുള്ള ഒരു യാത്രയായിരുന്നു ഈ ജീപ്പിൽ ഉണ്ടായിരുന്ന യാത്രികർ നടത്തിയത്. ജീപ്പിന്റെ മൂടി പൂർണ്ണമായി ഒഴിവാക്കി ജീപ്പിന് മുകളിൽ കയറുന്നുള്ള സഞ്ചാരമൊക്കെ ആയിരുന്നു. മറ്റു വാഹനങ്ങൾക്കും അപകടമുണ്ടാക്കുന്ന തരത്തിലായിരുന്നു ഈ ജീപ്പിന്റെ ഒരു സഞ്ചാരം എന്നത്. ഇതുവരെ ഈ ജീപ്പിനെതിരെയോ ഡ്രൈവർക്കെതിരെയോ യാത്രികർക്കെതിരെയോ നടപടിയൊന്നും സ്വീകരിച്ചതായി ഔദ്യോഗികമായി അറിവില്ല. ഏതായാലും ഈ മേഖലയിലാകെ ജീപ്പ് സവാരിയിൽ സുരക്ഷിതമായ രീതിയിലാണ് പൊതുവെ നടത്തി വരുന്നത്. ആദ്യമായാണ് വണ്ടിപ്പെരിയാർ മേഖലയിൽ ഇത്തരത്തിലൊരു അപകട യാത്ര ഉണ്ടായത്. നമ്മൾ മൂന്നാർ ഗ്യാപ്പ് റോഡിലും പലപ്പോഴും മൂന്നാർ മാട്ടുപ്പെട്ടി ഡാമിന് സമീപവും ഒക്കെ ഇത്തരത്തിൽ അപകട യാത്രകൾ പലപ്പോഴും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഈ വണ്ടിപ്പെരിയാർ സത്രം റൂട്ടിൽ ആദ്യമായാണ് ഇത്തരത്തിലൊരു അപകട യാത്ര റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും അധികൃതരുടെ ശ്രദ്ധയിൽ ഈ വിഷയം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഉടൻ തന്നെ നടപടി എടുക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അക്ഷയ്, സന്തോഷമാണ് വിവരങ്ങൾ നൽകുന്നത്. ഇന്നത്തുള്ള റിപ്പോർട്ട് വാർത്തകൾ നിരന്തരം വരുന്നുണ്ട്. ഇടുക്കിയിലാണ്, വണ്ടിപ്പെരിയാർ വള്ളക്കടവ് റൂട്ടിലാണ് ഇത്തരത്തിൽ അപകടകരമായ യാത്ര.